ഇന്ന് ഡോക്ടർ അബ്ദുറഹ്മാൻ സിദ്ദീഖ് മക്കയിൽ ചർച്ചക്കെടുത്ത വിഷയം അൽ അഖ്ലാഖ് എന്നതാണ്. അൽ അഖ്ലാഖ് എന്നത് സലാഹുൽ അഫ്റാദി വൽ ഉമമി മിനൽ ഖൽഖ്, സൃഷ്ടികളിൽ നിന്ന് എല്ലാ ഓരോ ഉമ്മത്തുകളുടെ സാമൂഹ്യപരമായ വ്യക്തിപരമായ ഇസ്ലാഹ്, അവരെ നന്നാക്കി പരിഷ്കരിച്ച് സംസ്കരിച്ച് എടുക്കുക എന്നതിനെക്കുറിച്ചാണ് അഖ്ലാഖ് എന്ന് പറയുക. അഖ്ലാഖ് അതിൻ്റെ വിശാലമായ അർത്ഥത്തിലൂടെയാണ്. അഖ്ലാഖ് എന്നത് ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഭാഗമാണ്. ഏത് സമൂഹത്തിൽ, ഏത് ഉമ്മത്തിൽ, ഏത് വിഭാഗത്തിൽ അഖ്ലാഖ് നഷ്ടപ്പെടുന്നുവോ ആ നഷ്ടപ്പെടുന്ന വിഭാഗം മുസ്ലിങ്ങളാണെങ്കിൽ ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഉറപ്പാണ്. പരിപൂർണ ഈമാനിൻ്റെ ഉടമകളിൽ അഖ്ലാഖ് ഉണ്ടാവണം. വളരെ ശ്രദ്ധേയമായ പോയിൻ്റാണിത്. കാരണം ഒരാൾ നല്ല ഇസ്ലാമിക രൂപവും ഇസ്ലാമിക കോലവും അയാളുടെ ജീവിത രീതിയിൽ ഉണ്ട്, അതോടൊപ്പം അദ്ദേഹത്തിൽ അഖ്ലാഖ് ഇല്ലെങ്കിൽ വേണ്ടതുപോലെ ഈമാൻ അദ്ദേഹത്തിൽ വേറൂന്നി പിടിച്ചില്ല എന്നതിലേക്കുള്ള തെളിവാണ്. അതിനുള്ള കാരണം തന്നെ മുസ്ലിം പരിപൂർണ മുസ്ലിം ആവേണമെങ്കിൽ അവൻ അഖ്ലാഖുള്ള ആളായി മാറണം എന്നതുകൊണ്ടാണ്, നല്ല സ്വഭാവിയായി മാറണം എന്നതുകൊണ്ടാണ്. എത്രത്തോളം മക്ക ഇമാം പറയുകയുണ്ടായി, ഏതെങ്കിലും ഒരു സമൂഹത്തിൽ, ഏതെങ്കിലും ഒരു ഉമ്മത്തിൽ, ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അഖ്ലാഖ് നഷ്ടപ്പെട്ടാൽ ആ ഉമ്മത്തിനെ അനുശോചനം രേഖപ്പെടുത്തേണ്ടതുണ്ട്, അഥവാ ആ ഉമ്മത്തിനോട് വിടവാങ്ങേണ്ടതുണ്ട്. ഒന്നിനും കൊള്ളരുതാത്ത സമൂഹമാണ്, സമുദായമാണ് അവർ എന്ന് അവരെക്കുറിച്ച് തീരുമാനിക്കേണ്ടതുണ്ട് എന്നർത്ഥത്തിലേക്ക്. അപ്പോൾ ഇസ്ലാം അതിൻ്റെ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ആവശ്യമുള്ള എല്ലാ കാര്യങ്ങൾ ഇസ്ലാം വന്നയിടം മുതൽ വഹിയിലൂടെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു അതാത് കാലഘട്ടത്തിൽ വരുന്നതായ നബിമാരിലൂടെയാണ് ഈ പരിഷ്കരണങ്ങളും ഈ സംസ്കരണങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കാറുള്ളത്. അള്ളാഹു പറയുന്നു, ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം. നബിയോട് പറയുകയാണ്, നിങ്ങൾ പ്രഖ്യാപിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ നയിച്ചിരിക്കുകയാണ്. എവിടേക്ക്? സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലേക്ക്. ചൊവ്വായ മാർഗം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചതിൽ ഉൾക്കൊള്ളുന്നതാണ് മകാരിമുൽ അഖ്ലാഖ് എന്നത്. ഏറ്റവും ഉയർന്നതായ സ്റ്റാൻഡേർഡ് നിലനിൽക്കുന്നതായ അഖ്ലാഖിൻ്റെ ഉടമകളായിരിക്കണം മുസ്ലിങ്ങൾ എന്നതിലേക്ക് അത് തെളിവാണ്. ഇന്നമൽ ഉമമുൽ അഖ്ലാഖു മാ ബഖിയത് വഇൻഹും ദഹബത് അഖ്ലാഖുഹും ദഹബു എന്ന് കവി പറഞ്ഞത് വളരെ അർത്ഥവത്തായ ഒരു കവിതയാണ്. ഇന്നമൽ ഉമമുൽ അഖ്ലാഖു മാ ബഖിയത്, ഏത് സമൂഹവും അതിൻ്റെ നിലനിൽപ്പ് തന്നെ അഖ്ലാഖിലൂടെയാണ്. ഇനി അഖ്ലാഖ് ആ സമൂഹത്തിനില്ലെങ്കിൽ ആ ഉമ്മത്ത് തന്നെ ഇല്ലാത്തതിന് തുല്യമാണ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത്രയും അഖ്ലാഖ് ഇല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ കോട്ടം തട്ടുമെന്നർത്ഥം. എവിടെ നോക്കുകയാണെങ്കിൽ, കാറിലാവട്ടെ, വീട്ടിലാവട്ടെ, വാഹനത്തിലാവട്ടെ, പള്ളിയിലാവട്ടെ, മദ്രസയിലാവട്ടെ, സ്കൂളിലാവട്ടെ, കോളേജിലാവട്ടെ, സമ്മേളന സ്ഥലങ്ങളിലാവട്ടെ, അപ്രകാരം തന്നെ നമ്മുടെ ബിസിനസ് മേഖലയിലാവട്ടെ, ഏത് സ്ഥലത്താണ് ജീവിക്കുകയാണെങ്കിലും ഒരു മുസ്ലിമാണ് എന്നത് അവനിൽ തുറച്ചു കാണണം. കൂനൂ കശ്ശാമത്തി ബൈനൽ ഉമം എന്ന് നാം പറയാറുണ്ട്. ഒരു ക്ഷാമ പോലെയായിരിക്കണം നീ മനുഷ്യന്മാരുടെ മുമ്പിൽ, സമൂഹങ്ങളുടെ മുമ്പിൽ, ഉമ്മത്തുകളുടെ മുമ്പിൽ. അഥവാ തൽക്കാലം നാം എയർപോർട്ടിൽ കഴിഞ്ഞുകൂടുന്ന ആ മേഖലയിൽ, ആ സന്ദർഭത്തിൽ പല പല ഭാഷക്കാർ, പല പല ദേശക്കാർ, പല പല മതക്കാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണല്ലോ എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ടുകളാണെങ്കിൽ. അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചിട്ട് നാം ഇസ്ലാമിക ആ സ്വഭാവം ശരിക്കും പെരുമാറിയിട്ടില്ലെങ്കിൽ, ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ജനങ്ങൾ, മറ്റു മതസ്ഥരെ വരെ നമ്മെ തെറി പറയും. കണ്ടില്ലേ, അവൻ മാപ്പിളയാണ്, അവൻ മുസ്ലിമാണ്, അതുകൊണ്ടാണ് അവൻ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അവൻ തുപ്പുന്നത്, അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന വേദികളൊക്കെ മലിനപ്പെടുത്തുന്നത് എന്നൊക്കെ പറയൂലേ ഉദാഹരണത്തിന്. അപ്പോൾ അഖ്ലാഖ് എന്നത് നാം സാധാരണ നമ്മുടെ മുമ്പിൽ പോകുന്ന കാറിൽ വെച്ചിട്ട് ഒരാൾ ഒരു ഗ്ലാസോ അല്ലെങ്കിൽ ഒരു സാധനമോ ഒരു ടിഷ്യൂ പേപ്പറോ എറിഞ്ഞാൽ നമുക്ക് തോന്നില്ല അയാൾ ചെയ്തത് മഹാ തെറ്റാണെന്ന്. കാരണം അത് ഒരു പക്ഷേ നമ്മുടെ വണ്ടിയിലേക്ക് വന്ന് തട്ടും ആ മലിന വസ്തു. അപ്പോൾ അത് ഒരു മനുഷ്യത്വമുള്ള മനുഷ്യൻ ചെയ്യാത്തതായ ഒന്നാണ്. അപ്പോൾ അഖ്ലാഖ് എന്നത് മനുഷ്യൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ മേഖലകളിൽ, ഇപ്പോൾ നാം ഒരു സദസ്സിലേക്ക് കടന്നു ചെല്ലുന്നു, അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നു, നിങ്ങളോട് പറയപ്പെട്ട തഫസ്സഹു ഫിൽ മജാലിസ്,
നിങ്ങൾ ആ മജ്ലിസ് വളരെ വളരെ തിക്കും തിരക്കുമുള്ള മജ്ലിസാണ്, അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ടാക്കി തരൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഫഫ്സഹു, അപ്പോൾ നിങ്ങൾ അതിന് സ്ഥലം, ആ ഇരിക്കാനുള്ള സ്ഥലം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അത് ഖുർആൻ കൽപ്പിക്കുകയാണ്. വളരെ പ്രാധാന്യമുള്ള വിഷയമല്ലെങ്കിൽ ഖുർആൻ കൽപ്പിക്കൂലല്ലോ. ഒരു സദസ്സിലേക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തിക്കും തിരക്കും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളോട് പറയപ്പെട്ടാൽ അല്പം സ്ഥലമുണ്ടാക്കി കൊടുക്കൂ വരുന്നവർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ആ സ്ഥലമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നാം ചടഞ്ഞ് ഒതുങ്ങി ഇരുന്നിട്ട് പരിശ്രമിക്കണം. പരിശ്രമിച്ചാലേ തീരൂ. അള്ളാന്റെ കൽപ്പനയാണ്. ഇത് അഖ്ലാഖിന്റെ ഒരു ഭാഗമാണ്. ഉദാഹരണത്തിന്, അപ്പോൾ അഖ്ലാഖ് എന്ന് പറയുമ്പോൾ അത് ഇൻസൾട്ടാക്കി തള്ളിക്കളയേണ്ടതോ അല്ലെങ്കിൽ കൂട്ടാക്കാതെ വിടേണ്ടതോ അല്ലെങ്കിൽ നടപ്പാക്കാതിരിക്കേണ്ടതോ അവർ ചെയ്തോട്ടെ എനക്കും നിനക്കുമൊന്നുമല്ല പല മാലോർക്കുമെന്ന് പറയേണ്ടതോ ആയ ഒരു വിഷയമേ അല്ല. അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ ഓരോ വേദികളിൽ, ഓരോ ചുറ്റുപാടിൽ, ഓരോ അന്തരീക്ഷത്തിൽ മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായി, ഒരു സമൂഹം മറ്റൊരു സമൂഹവുമായി പെരുമാറുന്ന വേളയിൽ നടപ്പാക്കി പഠിപ്പിച്ച് പ്രാക്ടീസ് നൽകി അവർക്ക് അതിൽ കൂടി ഫലം ലഭിക്കുന്ന, ഇരു വിഭാഗത്തിനും ഫലം ലഭിക്കുന്ന രൂപത്തിലാക്കി മാറ്റേണ്ടതായ ഒരു മാധ്യമമാണ് അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അഖ്ലാഖിന്റെ മെയിൻ ഭാഗം നിങ്ങളീ പറയുന്ന കാര്യങ്ങളാണെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യുന്ന, സ്റ്റെയറിംഗ് പിടിക്കുന്നത് അത് അഖീദയാണ്. വിശ്വാസം, ശരിക്കുള്ള അള്ളാഹുവിലുള്ള ഭയം, വിശ്വാസം, തഖ്വ ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിച്ച് കിട്ടാൻ വേണ്ടിയും മാത്രമല്ലായിരിക്കും അദ്ദേഹത്തിൻ്റെ അഖ്ലാഖ് അദ്ദേഹം പ്രകടമാക്കുക. മറിച്ച് ആരും കാണട്ടെ കാണാതിരിക്കട്ടെ, അറിയുന്നവർ കാണട്ടെ കാണാതിരിക്കട്ടെ, അള്ളാഹുവിൽ വിശ്വാസമുള്ള ഞാൻ, അടിമയായി ജീവിക്കുന്ന നാം, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ നടപ്പാക്കുന്ന ഞാൻ നല്ല സ്വഭാവിയായി മാറണം. രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്ന, പകൽ മുഴുവൻ നോമ്പ് പിടിക്കുന്ന വിഭാഗത്തിന് ലഭിക്കുന്ന പ്രതിഫലമാണ് ഒരാൾ അഖ്ലാഖോട് കൂടി ജീവിക്കുകയാണെങ്കിൽ ലഭിക്കുക എന്നതാണ്. നല്ല സ്വഭാവിയായി മാറുകയാണെങ്കിൽ ലഭിക്കുക എന്നതാണ്. ഈ നല്ല സ്വഭാവം എന്ന് പറയുന്ന കാര്യം അതൊരു പ്രത്യേക വകുപ്പിന് വേണ്ടിയോ ഒരു പ്രത്യേക സ്ഥലങ്ങൾക്ക് വേണ്ടിയോ ഒരു പ്രത്യേക നാടുകൾക്ക് വേണ്ടിയോ ഒരു പ്രത്യേക സമൂഹത്തിന് വേണ്ടിയോ നടപ്പാക്കാനുള്ളതല്ല. എല്ലാവരുടെ മുമ്പിലും എല്ലാ സന്ദർഭത്തിലും നടപ്പാക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനങ്ങൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഉഅതീതു ജവാമിഅൽ കലിം എന്നാണല്ലോ റസൂൽ പറയുന്നത്. വല്ല പദങ്ങൾ ഉപദേശമായിട്ട് റസൂലുള്ള ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ കടക്കേണ്ടത് മുഴുവനും കടക്കുന്ന രൂപത്തിലും അതിൽ നിന്നിട്ട് പുറത്തു പോകേണ്ടത് മുഴുവനും പുറത്തു പോകുന്ന രൂപത്തിലുമുള്ള സാഹിത്യ പദമാണ് ഞാൻ ഉപയോഗിക്കുക. അങ്ങനെയുള്ള കഴിവ് എനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അറബി ഭാഷയെക്കുറിച്ച് അറിയുന്നവർക്കറിയാം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവചനങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അറബി ഭാഷയിൽ നിന്നിട്ട് വ്യത്യസ്തമായിട്ട് പല പല വാക്കുകൾ കാണാൻ സാധിക്കുന്നതാണ്. കാരണം അതിൻ്റെ ശൈലി കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വഹയിൽ കൂടി വന്നതാണ്. സാധാരണ റസൂലുള്ള വരുന്നതിന് മുമ്പ് ഇവിടെ അറബികൾ ഉപയോഗിക്കാത്തതായ പദങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഖുർആൻ പിന്നെ മനുഷ്യന്മാർക്ക് അതുപോലെയുള്ള ഒരു ഗ്രന്ഥമോ അതിൽ 10 സൂക്തമോ അല്ലെങ്കിൽ അതിൽ ഒരു സൂക്തമോ അതിനോട് സാഹിത്യത്തിൽ കിടപിടിക്കുന്നത് കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്നുള്ള തീർത്ത് പറഞ്ഞതായ കാര്യമാണ്. മനുഷ്യ രാശി ആസകലം, ജിന്ന് മനുഷ്യന്മാരെക്കാളും കൂടുതലാണ് കേട്ടോ. അവർ ആസകലം ഇവിടെ എല്ലാ നമ്മുടെ ഭാഷയിൽ അശാന്ത പരിശ്രമം അക്കാദമി രൂപീകരിച്ചുകൊണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയും കൊണ്ട്, കോൺഫറൻസ് രൂപീകരിച്ചുകൊണ്ട്, സമ്മേളനം സ്ഥാപിച്ചുകൊണ്ട് നിങ്ങൾ അശാന്ത പരിശ്രമിച്ചാൽ ഇങ്ങനെയുള്ള ഖുർആൻ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുക തന്നെ ഇല്ല. അവർ സഹകരണങ്ങൾ ചെയ്താലും ശരി. പക്ഷേ അള്ളാഹ് വിട്ടില്ല. ഇനി അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളവരോട് വെല്ലുവിളിച്ചതോടൊപ്പം കഠിനമായ ശിക്ഷയാണ് അവർക്ക് വാണിംഗ് നൽകിയത്. അള്ളാഹുവിൻ്റെ ആ വിശുദ്ധ ഫുർഖാനാകുന്ന അത്ഭുത ഗ്രന്ഥത്തിലേക്ക് മടങ്ങാത്തവരോട് പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള ഗ്രന്ഥം അവിടെ ഇരിക്കട്ടെ. ഖുർആനിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. റസൂലുള്ളാഹിയുടെ പ്രവചനം തന്നെ നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, റസൂലുള്ളാഹിയുടെ ഹദീസ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പല പല ഹദീസുകളെ കുറിച്ച് പണ്ഡിതന്മാർ ഇത് സാധാരണ മനുഷ്യൻ പറയുന്ന പദമല്ല, അത് നുബുവത്തിന്റെ പദമാണ് എന്ന്. അതുകൊണ്ടാണല്ലോ ഹസൻ ബസരിയെ കുറിച്ച് പറയാൻ കാരണം. ഹസൻ ബസരി വല്ലതും സംസാരിച്ചാൽ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ശൈലി സാഹിത്യത്തിൽ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിയ പദപ്രയോഗമാണ് അദ്ദേഹം നടത്താറുള്ളത് കൊണ്ട് അൽ ഹസൻ
ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി താബിഈങ്ങളുടെ നേതാക്കളിൽ ഒരു വ്യക്തിയാണ്, നമ്മുടെ നേതാവായ ഇമാമാണ്. അദ്ദേഹത്തിനെ കുറിച്ച് മഹാത്മാക്കൾ പറയാറുള്ള ശൈലിയാണ് നുബുവത്തിന്റെ ബഖായാ നുബുവത്ത്. നുബുവത്തിന്റെ പദപ്രയോഗത്തിൽ ഉള്ള ചില പദപ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തുന്നത് എന്ന്. അപ്പോൾ നുബുവത്തിന്റെ പദപ്രയോഗം വ്യത്യസ്തമായ പദപ്രയോഗമാണ് എന്ന അർത്ഥത്തിലേക്ക്, അതിൽ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിയതായ പദപ്രയോഗമാണ് റസൂലുള്ളാഹി പറയുന്നത് പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഅതീതു ജവാമിഅൽ കലിം. വല്ലതും സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണ സാഹിത്യ ശൈലി ഉൾക്കൊള്ളുന്ന പദപ്രയോഗം നടത്താനുള്ള കഴിവ് എനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പദപ്രയോഗങ്ങളിൽ പെട്ടതാണ് നിങ്ങളെ ഞാൻ കൽപ്പിച്ചതായ അഖ്ലാഖിനെ കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായ പദപ്രയോഗം ഇന്നമാ ബുഇസ്തു ലിയുതമ്മിമ മകാരിമൽ അഖ്ലാഖ്. എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? സ്വഭാവം എന്ന് പറയുന്ന വിശാലമായ, ഞാൻ നിങ്ങളെ ഇതുവരെ കേൾപ്പിച്ചതായ ആ അർത്ഥം ഉൾക്കൊള്ളുന്നതായ അതിൻ്റെ പരിപൂർണത കുറിക്കാനാണ്. അപ്പോൾ ഞാൻ വരുന്ന സന്ദർഭത്തിൽ ഇവിടെ ജനങ്ങൾക്ക് അഖ്ലാഖില്ല, സ്വഭാവമില്ല എന്ന് എനിക്ക് അഭിപ്രായമില്ല എന്ന് പറയും പോലെ, മറിച്ച് അറബികളുടെ നല്ല സ്വഭാവത്തിൽപ്പെട്ട നല്ല നല്ല പെരുമാറ്റങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി ജാഹിലിയ കാലഘട്ടത്തിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ കൂടെ ഹിൽഫുൽ ഫുദൂൽ എന്ന പേരിൽ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായ സമ്മേളനമാണ്. ആ സമ്മേളനത്തെക്കുറിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സമ്മേളനമായിരുന്നു അത് എന്ന് റസൂലുള്ളാഹി നുബുവത്ത് കിട്ടിയ ശേഷം പറയാറുണ്ട്. എന്തേത്? ജനങ്ങളിൽ വരുന്നതായ ആ അനൈക്യത്തെ തകർത്താനും ഐക്യമുണ്ടാക്കാനും വേണ്ടിയുള്ള ഒരു സമ്മേളനമായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പണ്ടേ എന്തുണ്ട്? ജനങ്ങളുടെ ഇടയിൽ റസൂലുള്ളാഹി വരുന്ന സന്ദർഭത്തിൽ അഖ്ലാഖുണ്ട്. ആ അഖ്ലാഖ് ഉള്ളതോടൊപ്പം എന്തിനാ റസൂൽ വന്നത്? അതിൻ്റെ പരിപൂർണത കുറിക്കാൻ, അതിൻ്റെ പരിപൂർണത കുറിക്കാൻ. അതിലെന്തെല്ലാം വീഴ്ചകളുണ്ട്? പണ്ട് തന്നെ പർദ്ദയുണ്ട്. പക്ഷേ പർദ്ദ ചിലപ്പോഴൊക്കെ കൊലയിലേക്ക് ചെല്ലും, കൊലയിലേക്ക് എത്തും. എന്ത് കാരണത്താൽ? ഒരാൾ മറ്റാളുടെ അഭിമാനത്തെ പിച്ച് ചീന്തിയാൽ അപ്പടി തന്നെ അവിടെ കൊല പാസാക്കലാണ് പണ്ട് കാലഘട്ടത്തിൽ. അവിടെ വരെ എത്തുന്ന രൂപത്തിലുള്ള പർദ്ദയൊക്കെ പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇസ്ലാം ഉദ്ദേശിക്കുന്ന പർദ്ദ അത് ആ പർദ്ദ മാത്രമല്ല, വിശാലമായ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച ഒരു മനുഷ്യൻ അവന്റെ കുടുംബത്തിൽ ആരെയെല്ലാം കാണാം, ആരെയെല്ലാം കാണാൻ പാടില്ല, ആരുടെ കൂടെയെല്ലാം അവന് സഹകരിക്കാം, ആരുടെ കൂടെയെല്ലാം സഹകരിക്കാൻ പാടില്ല എന്നീ കാര്യങ്ങൾ വിശദമായിട്ട് എണ്ണി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ സൂറത്തുൻ നിസായിലൂടെയും സൂറത്തുൻ നൂറിലൂടെയും പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ആ വിശാലമായ ആ പർദ്ദയല്ല അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അന്ന് ഉള്ള പർദ്ദയുടെ ഉദാഹരണത്തിന് പർദ്ദയിലുണ്ടാകുന്ന വീഴ്ചയെ റസൂൽ എന്ത് ചെയ്തു? നികറ്റി. അതാണ് ലിയുതമ്മിമ മകാരിമൽ അഖ്ലാഖ്. അഖ്ലാഖിൽ ഏറ്റവും ഉന്നതയിൽ നിൽക്കുന്നതായ ആ അഖ്ലാഖിന്റെ പരിപൂർണത പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിതത്തിൽ, അവരുടെ പരിസരത്തിൽ എവിടെയെല്ലാം അഖ്ലാഖിലുള്ള വീഴ്ചകൾ കാണുന്നുവോ ആ വീഴ്ചകളെല്ലാം അതാത് സമയത്ത് തന്നെ എന്ത് ചെയ്യും? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രതിവിധി കാണുകയും അതിനെക്കുറിച്ച് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും ചെയ്യും. ചെറിയ കാര്യം, ഒരു ഭക്ഷണത്തിന് വേണ്ടി റസൂലും സഹാബത്തും ഇരിക്കുകയുണ്ടായി. കൂട്ടത്തിൽ ചെറുപ്പക്കാരനായ ഒരു സഹാബിയുണ്ട്, 10-12 വയസ്സുള്ള കുട്ടി. ആ കുട്ടി ആ സദസ്സിലുള്ളതായ ആ ഭക്ഷണത്തിന്റെ എല്ലാ ഭാഗത്തിലേക്കും കൈ കൊണ്ടുപോകുന്നതായിട്ട് കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിക്ക് അതുമാത്രം വേണ്ട എന്ന് പറഞ്ഞതല്ല, അവിടെ ഒരു തിന്നാനിരിക്കുന്ന വ്യക്തിക്ക് ആവശ്യമുള്ളത് മുഴുവനും അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. സമ്മില്ലാ, നീ ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കേണ്ടത്. വകുൽ ബിയമീനിക, നീ ഭക്ഷണം കഴിക്കുമ്പോൾ നിന്റെ വലത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. പിന്നെയാണ് ആ സഹാബി ചെയ്തതായ റളിയല്ലാഹു തആല അൻഹു ആ വീഴ്ചനെ കെറ്റുന്നത്. അതെന്താണ്? വകുൽ മിമ്മാ യലീക, നിന്റെ തൊട്ട് നിന്ന് നീ കഴിച്ചാൽ മതി, എല്ലാ ഭാഗത്തിൽ നിന്നിട്ടും കുട്ടി നീ കഴിക്കരുത് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെല്ലാം അഖ്ലാഖ് പരമായ, സ്വഭാവപരമായ വീഴ്ചകൾ ഉമ്മത്ത് മുഹമ്മദിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബികളിൽ ചെറിയവരാവട്ടെ വലിയവരാവട്ടെ ആരെല്ലാം എവിടെയെല്ലാം എന്തെല്ലാം കാട്ടുന്നു അതെല്ലാം ചെയ്യുന്ന സന്ദർഭത്തിൽ അല്ലാഹു
അള്ളാഹുവിൻ്റെ റസൂല് ഉടനെ തന്നെ അതിന് പ്രതിവിധി കാണുകയും ചെയ്യും. എന്നല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നീട്ടിവെക്കുകയില്ല. നീട്ടിവെച്ചാൽ അവിടെ മുഅല്ലിമിന്റെ സ്വഭാവത്തിൽ നിന്നിട്ട് വ്യത്യസ്തമായി ഒരു മുഅല്ലിം യഥാർത്ഥ മുഅല്ലിമാണെങ്കിൽ, പഠിപ്പിക്കുന്ന വ്യക്തി അധ്യാപകൻ യഥാർത്ഥ അധ്യാപകനാണെങ്കിൽ, ആത്മാർത്ഥതയോടുകൂടി കുട്ടികൾക്ക് ശിക്ഷണ നൽകുന്ന അധ്യാപകനാണെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം അപ്പടി തന്നെ പരിഹരിക്കുന്നതായ സ്വഭാവം അവനിൽ ഉണ്ടാവണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സമീപനത്തിൽ നിന്നിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ന് മക്ക ഇമാം അഖ്ലാഖ് എന്ന വിഷയം പറയുമ്പോൾ അഖ്ലാഖിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നഷ്ടപരിഹാരം തന്നെ ഇപ്പോൾ ഇവിടുത്തെ നിങ്ങൾക്കറിയാവുന്നതുപോലെ സൗദി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അഖ്ലാഖിന് ഘടകവിരുദ്ധമായുള്ളതായ സമീപനങ്ങൾ, ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഏത് ശൈലി, അതൊക്കെ നാം ഉത്തരവാദപ്പെട്ടവർക്ക് വിവരം കൊടുത്താൽ, ഉദാഹരണത്തിന് നാം ഉറങ്ങുകയാണ്, നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തുള്ള കാറിൽ നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളതായ യന്ത്രം തുറന്ന് വെച്ചിട്ട് മ്യൂസിക്കുകളും ഹാർമോണിയങ്ങളും ഒക്കെ ഉള്ളതായ ഗാനങ്ങളൊക്കെ തുറന്ന് ശബ്ദ കോലാഹലം ഉണ്ടാക്കുകയാണ്, അടിയും ഇടിയും നിങ്ങൾക്കറിയാവുന്നതുപോലെ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ വീട്ടുകാർക്ക് ഉറങ്ങാൻ പറ്റുകയില്ല. അവിടെ കുട്ടികളുണ്ടായിരിക്കും, അവിടെ രോഗികളുണ്ടായിരിക്കും, അവിടെ പ്രയാസപ്പെടുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഫോൺ ചെയ്താൽ മതി. പണ്ടൊക്കെ ചിലപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഫോൺ ചെയ്താൽ പെട്ടെന്ന് പ്രതിവിധി കണ്ടെത്താൻ ആളെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ല, വിധിയുണ്ട്, നിയമമുണ്ട്. ഗവൺമെന്റിന്റെ ഇവിടുത്തെ നേതൃത്വത്തിന്റെ നിയമം അനുസരിച്ചിട്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഇങ്ങനെയുള്ള എന്തെങ്കിലും ചുറ്റുപാടുകളിൽ സംഭവിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ വിവരം കൊടുത്താൽ മതി. അപ്പോൾ അതിന് പരിഹാര മാർഗം അവരെ കണ്ടെത്തുകയും, എന്ന് മാത്രമല്ല അങ്ങനെയുള്ളതായ വിഭാഗത്തിന് വേണ്ടതായ ശിക്ഷ അവർക്ക് ഗവൺമെന്റ് പ്രഖ്യാപിച്ച രൂപത്തിലുള്ളതായ ഗറാമ ശിക്ഷ നടപ്പാക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ന് മക്ക ഇമാമ സംസാരിച്ചപ്പോൾ സ്വഭാവപരമായ കാര്യത്തിൽ പൊതുവെ ജനങ്ങൾക്ക് ദൗഖുൽ ആമന അനിവാര്യമായ എന്തെല്ലാം ഭാഗങ്ങളുണ്ടോ അതെല്ലാം നാം പരിശ്രമിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും, നല്ലൊരു ഉത്തമ സമുദായമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂനു കശ്ശാമത്തി ബൈനൽ ഉമം, മറ്റു സമൂഹങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ക്ഷാമ പോലെയായിരിക്കണം. ക്ഷാമ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി നാം പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ചോദിക്കും, എന്താണ് വ്യത്യസ്തപ്പെട്ട അടയാളം, എന്താണ് നിന്റെ ശരീരത്തിലുള്ളതെന്ന് ചോദിക്കും. അപ്പോൾ നല്ല വല്ലൊരു കറുത്ത അടയാളം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് എവിടെ വരും? അത് നീങ്ങാത്ത പോകാത്ത അടയാളമായിരിക്കും. അതെവിടെ വരും? പാസ്പോർട്ടിൽ വരും. അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ഒരു ക്ഷാമ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് എഴുതപ്പെടും പാസ്പോർട്ടിൽ. എന്നതുപോലെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമകളായി മാറണം നിങ്ങൾ എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അത് നമ്മുടെ എല്ലാ മേഖലയിൽ, നമ്മുടെ പട്ടണങ്ങളിൽ, നമ്മുടെ കാറുകളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ സമ്മേളനങ്ങളിൽ, നമ്മുടെ കടകളിൽ, നമ്മുടെ ബിസിനസ്സുകളിൽ എല്ലാം തുറിച്ച് കാണേണ്ടതാണ് എന്ന് മക്ക ഇമാം എന്ന് ഊന്നി പറയുകയുണ്ടായി. അതിൽ പെട്ടതാണ് നിങ്ങൾ വ്യക്തമായി പരസ്യമായി മുസ്ലിം സുഹൃത്തുക്കളെ അല്ലെങ്കിൽ മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയരുത്, ശകാരിക്കരുത്. ശകാരിക്കുക, ചീത്ത പറയുക എന്നത് മഹാപാപമാണ് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ. എന്ന് മാത്രമല്ല, ഈ ദൗഖുൽ ആമി എന്ന് മക്ക ഇമാം പറയുന്ന വിഷയത്തിന് പൊതുവെ ജനങ്ങളുടെ ഇടയിൽ നല്ല സ്വഭാവമായി കാണുന്ന ആ രീതിക്ക് വിപരീതമാണ്. അത് നിങ്ങൾ കാട്ടരുത്. ചീത്ത പറയുക, അത് എന്തെങ്കിലും ആക്ഷേപിക്കേണ്ടതുണ്ടെങ്കിൽ ആ രൂപത്തിൽ അതിനും വേണം ഒരു ശൈലി, അതിനും വേണം നല്ല ശൈലി ഉപയോഗിക്കൽ. എന്നല്ലാതെ പോത്തെ നായ എന്നൊക്കെ നമ്മൾ നിന്നിട്ട് പലരും അറിയാത്തവർ വിളിക്കാറുള്ളത് പോലെ ആ രൂപത്തിലുള്ള ശൈലി പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ സബ്ബാബൻ വലാ ശത്താമ, നബി ചീത്ത തീരെ പറയാത്ത വ്യക്തിയാണ്. നബിക്ക് ചീത്ത പറയാൻ അറിയുകയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ അബൂബക്കറും അതുപോലെ സഹാബാക്കൾ നിന്നിട്ട് പലരും, ഒരു വ്യക്തി ഒരവസരത്തിൽ ഒരു അടിമയായിരുന്ന കറുത്ത സഹാബിയോട്, നമ്മുടെ നേതാവായ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട്, ആളെ പേര് നിങ്ങൾക്ക് ഞാൻ പലപ്പോഴും കേൾപ്പിച്ചിട്ടുണ്ട്, അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഇബ്നു സൗദ എന്ന് പറഞ്ഞു കളഞ്ഞു. ദേഷ്യം വന്നപ്പോൾ ദേഷ്യ സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രംഗത്തിൽ പറഞ്ഞു പോയതാണ്. പറഞ്ഞു പോയ സന്ദർഭത്തിൽ ഉടനെ ആക്ഷേപം നേതൃത്വത്തിലേക്ക് എത്തി. ആരാണ് നേതൃത്വം? നമ്മുടെ കണ്ണിൽ ഉണ്ണിയായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സദസ്സിലേക്ക് എത്തി. എന്നെ കറുത്ത പെണ്ണിന്റെ മകനെ എന്നാണ് അതിന്റെ അർത്ഥം. ഇബ്നു സൗദ എന്ന് പറഞ്ഞാൽ കറുത്ത പെണ്ണിന്റെ മകനെ എന്നാണ് അതിന്റെ അർത്ഥം. അത് വലിയ ചീത്ത വാക്കാണ്. പ്രത്യേകിച്ച് ആ നുബുവത്ത് ഏരിയയിൽ തീരെ പാടില്ലാത്തതായ ഒരു പദമാണ്. ഒരു മുസ്ലിം സമൂഹത്തിലും തീരെ പാടില്ലാത്തതായ പദപ്രയോഗമാണ് മഹാനായ അബൂദർ ഗിഫാരിയുടെ നാവിൽ നിന്നിട്ട് വന്നു പോയത്. പക്ഷെ റസൂലുള്ളാഹി വിട്ടില്ല. റസൂലുള്ളാഹി ആദ്യമായിട്ട് പറഞ്ഞത് ഇന്നക ംറുഉൻ ഫീക ജാഹിലിയ്യ, നീ ഇപ്പോഴും ജാഹിലിയത്ത് വിട്ടിട്ടില്ലല്ലോ അബൂദറേ എന്നാ പറഞ്ഞത്.
വല്ലാത്ത വാക്കാണ്. ഇതുവരേക്കും നീ ജാഹിലിയത്ത് വിട്ടിട്ടില്ലല്ലോ. അന്ധകാരമാകുന്ന കർമ്മങ്ങൾ കൊണ്ട് മൂടപ്പെട്ടതായ ആ ജാഹിലിയ അന്തരീക്ഷത്തിലേക്ക് സൂചനയാണ്. ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള അന്തരീക്ഷത്തിലേക്ക് സൂചനയാണ്. ഇന്നകും റഉൻ ഫീക ജാഹിലിയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുഭവത്തിന്റെ പദപ്രയോഗമാണ്, വഹീന്റെ പദപ്രയോഗമാണത്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സുന്ദരമായ വായിൽ നിന്നിട്ട് സഹബാക്കൾ കേട്ടത്. അതിലൂടെ അദ്ദേഹം ചില റിപ്പോർട്ടുകളിൽ കാണുന്നു പാശ്ചാത്യപ്പിച്ച് അള്ളാഹുവിനോട്, അതുപോലെ തന്നെ ഇദ്ദേഹത്തിനോട് മാഫിന് ചോദിക്കുകയും ചെയ്തു. ആരോട്? ബിലാലിനോട്. പിന്നെ മരണം വരെ അങ്ങനെയുള്ള പദപ്രയോഗം മഹാനായ അബൂദറിൽ കണ്ടിട്ടില്ല. അത് പൊതുവെ സഹാബാക്കളുടെ സ്വഭാവമാണ്. സഹാബാക്കളിൽ വല്ല തെറ്റും വന്നു പോയാൽ, അത് ഉണർത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ തെറ്റുകളിലേക്ക് മടങ്ങുക എന്ന സ്വഭാവം നമ്മൾക്കുണ്ടാകുന്നത് പോലെ, വാല് കുഴലിട്ടതുപോലെ കുഴല് വലിക്കുമ്പോൾ വാല് വളയുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നില്ല, സഹാബാക്കൾക്കുണ്ടായിരുന്നില്ല. അതും കൂടി നാം കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കൽ അനിവാര്യമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് പറഞ്ഞത്, ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ദുലിം. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ദുലിം. വെടക്ക് പദപ്രയോഗങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെടാത്തതാണ്. വെടക്ക് പദപ്രയോഗങ്ങൾ സൂവ് കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അത് പ്രകടമായി വ്യക്തമായി പറയുക. എട പോത്ത, എട നായ എന്നൊക്കെ പറയുമ്പോൾ അത് ഉച്ചത്തിൽ പറയുമ്പോൾ എന്ന് മാത്രമല്ല, എന്തെങ്കിലും സംഭവിച്ചതായ സംഭവം തന്നെയാണെങ്കിൽ, സംഭവിച്ച സംഭവമാണ് പക്ഷെ ചീത്തയായ കാര്യമാണ്, അത് നിങ്ങൾ എന്ത് ചെയ്യരുത്? ജനങ്ങളുടെ ഇടയിൽ പ്രകടമാക്കരുത്, ജനങ്ങളുടെ ഇടയിൽ പരസ്യമാക്കരുത്. അള്ളാഹ് അത് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ആ തെറ്റ് ചെയ്ത വ്യക്തിയെ ഒറ്റക്ക് വിളിച്ചിട്ട് അദ്ദേഹത്തോട് ഒറ്റക്ക് പറഞ്ഞാൽ മതി. ജനസമൂഹത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തെ അവഹേളിക്കൽ, അദ്ദേഹത്തെ നിന്ദ്യപ്പെടുത്തൽ, അദ്ദേഹത്തെ നിസ്സാരപ്പെടുത്തൽ അത് ഒരിക്കലും പാടുള്ളതല്ല. ഇമാം ഷാഫി പറഞ്ഞല്ലോ, നീ എന്നെ ആക്ഷേപിക്കുകയാണെങ്കിൽ ജനസമുദ്രത്തിൽ വെച്ചിട്ട് നീ എന്നെ ആക്ഷേപിക്കരുത്. നീ എന്നെ ആക്ഷേപിക്കുകയാണെങ്കിൽ നീ ഒറ്റക്ക് നീ എന്നെ ആക്ഷേപിക്കുക. അങ്ങനെ ഒറ്റക്ക് നീ എന്നെ ആക്ഷേപിച്ചില്ലെങ്കിൽ ജനസമൂഹത്തിൽ വെച്ചിട്ട്, ജനങ്ങളുടെ മധ്യത്തിൽ വെച്ചിട്ട് നീ എന്നെ ആക്ഷേപിച്ചാൽ പിന്നെ നിനക്ക് പ്രതികാരം കിട്ടുന്നത് അതിലും അപകടമുള്ളതായിരിക്കും. അതിന് നീ കാരണമായി തീരരുത് എന്ന് ഇമാം ഷാഫി, മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പാടിയ പദ്യമാണെന്ന് പറയുന്ന പദ്യത്തെ ഞാൻ അടുത്ത ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ ഞാൻ വായിച്ചർത്ഥം വെച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, അപ്പോൾ നാം ജനസമൂഹത്തിൽ വെച്ചിട്ടല്ല, ജനങ്ങളുടെ മധ്യ വെച്ചിട്ടല്ല ഒരാളെ ആക്ഷേപിക്കേണ്ടത്. മറിച്ച് അയാളിൽ തെറ്റുണ്ടെങ്കിൽ തന്നെ ആ തെറ്റിനെ കുറിച്ച് നാം പറയുകയാണെങ്കിൽ നാം ഒറ്റക്ക് വിളിച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നതായ കാര്യം. അദ്ദേഹത്തിനോട് അത് പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ അപകടം ഉണ്ടാകുമെന്ന് പേടിക്കുകയാണെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല തെറ്റുകൾ കണ്ടാൽ ആ തെറ്റിന് പരിഹാരമുണ്ടാക്കൽ മാബാലു അഖ്വാമിൻ, എന്ത് പറ്റി ജനങ്ങൾക്ക് എന്നാണ്. ആ വ്യക്തിയെ വിളിച്ചിട്ട് പറയലല്ല, എന്താ ജനങ്ങൾക്ക് പറ്റിപ്പോയത്, ജനങ്ങൾ എന്താ നിസ്കരിക്കുമ്പോൾ മേൽപോട്ട് നോക്കുന്നത്, ജനങ്ങൾ നിസ്കരിക്കുമ്പോൾ മേൽപോട്ട് നോക്കൽ അത് മഹാ അപകടമാണെന്നത് അവർക്ക് അറിയുകയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. ആരെക്കുറിച്ചാണ്? അവിടെ മേൽപോട്ട് നോക്കിയ വ്യക്തി അവിടെ വേക്കലുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞതല്ല. എല്ലാവർക്കും പാഠമാകുന്ന രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സദുപദേശം നൽകിയത് എന്നത് കാണാം. മക്ക ഇമാമ് ഈ ദൗഖുൽ ആം പറഞ്ഞപ്പോൾ പ്രത്യേകം ഉണർത്തിയതായ ഭാഗമാണ് പള്ളി. പള്ളിക്ക് പള്ളിയുടേതാകുന്ന ഒരു പ്രത്യേക ഹുർമത്തുണ്ട്. അത് നാം മനസ്സിലാക്കണം. കാരണം പള്ളി എൻ്റെതല്ല, നിൻ്റെതല്ല, മറിച്ച് അള്ളാഹിൻ്റെ വീടാണ്. ആയത്ത് തന്നെ അള്ളാഹു വിശദീകരിക്കുകയാണ്. ഏത് വീടുകളാണത്? നിങ്ങളുടെ വീടല്ല, അത് അള്ളാഹുവിന്റെ വീടാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുവാദം നൽകിയിരിക്കുകയാണ് അള്ളാഹുവിന്റെ പേര് പുകഴ്ത്തി വാഴ്ത്തി പറയാൻ. എന്ന് മാത്രമല്ല, ആ ആയത്തിന് അർത്ഥം വെച്ചപ്പോൾ പണ്ഡിതന്മാര് അൻതുർഫ, അത് കെട്ടിപ്പൊക്കാൻ എന്നും അർത്ഥം വെച്ചിട്ടുണ്ട്. അത് ഭംഗിയുള്ളതാക്കാൻ വേണ്ടി എന്നും അർത്ഥം വെച്ചവരുണ്ട് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ. മസ്ജിദ് നബവിയിൽ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തിൽ നന്നായിട്ട് ഫിനിഷിംഗ് മസ്ജിദ് നബവിയുടെ അകത്തുള്ള ഭാഗങ്ങൾ നടത്തിയപ്പോൾ പലരും ആക്ഷേപിച്ച സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ആയത്തുകൾ ഓതിയിട്ട് അവർക്ക് മറുപടി നൽകിയതായ സംഭവം ഞാൻ ഓർമ്മയിൽ വരുന്നുണ്ട്. അപ്പോൾ പള്ളിക്ക് അതിൻ്റെതാകുന്ന ഭദ്രത നിലനിർത്താൻ വേണ്ടി ആവശ്യമുള്ള രൂപത്തിലുള്ളതായ കെട്ടിടമാക്കി മാറ്റുക എന്നതും ആ ആയത്തിൽ നിന്നിട്ട് ഇസ്തിൻബാത്ത് നമ്മുടെ പണ്ഡിതന്മാർ ചെയ്തിട്ടുണ്ട്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ എന്ന് അല്ലാഹു പറഞ്ഞതായ ആ അല്ലാഹുവിന്റെ വീട് അതിനെ സംരക്ഷിക്കുന്നതിൽ പെട്ടതാണ്. അതിൽ ആദ്യമായിട്ട് അല്ലാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അത് ആദ്യത്തെ നിബന്ധനയാണ്. അതിൽ അല്ലാഹുവിനോടല്ലാതെ വഅന്നൽ മസാജിദ ലില്ലാഹ്, ലോകത്തിലുള്ള പള്ളികൾ മുഴുവനും അത് അല്ലാഹുവിന് വേണ്ടി
മാത്രം സ്ഥാപിക്കപ്പെട്ടതായ പള്ളികളാണ്, വീടുകളാണ്. അതുകൊണ്ട് പള്ളി കെട്ടിയതായ പള്ളിയുടെ ഉടമകളായ മുസ്ലിങ്ങളെ, ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, നിങ്ങൾ ആ പള്ളിയിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വേളയിൽ അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിന്റെ ശിട്ടികളെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിന്റെ ശിട്ടികളെയും കൂടി വിളിച്ച് പ്രാർത്ഥിക്കരുത്. അത് മുസ്ലിങ്ങളിൽ നിന്നിട്ട് വരാൻ സാധ്യതയുള്ള തെറ്റായതുകൊണ്ട് അള്ളാഹു അതിനെ തന്നെ പ്രത്യേകിച്ച് അടിവരയിടുക. അള്ളാഹു അതിനെ തന്നെ പ്രത്യേകിച്ച് പള്ളിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എടുത്തു പറയുകയുണ്ടായി, ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. ഇത് ആദ്യമായിട്ട് പള്ളിയെ കുറിച്ച് മനസ്സിലാക്കേണ്ടതായ ബാധ്യതയാണ്. അപ്പോൾ ആ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ, അള്ളാഹ്ക്ക് നമസ്കരിക്കാൻ, അള്ളാഹു ഇറക്കിയ ഖുർആൻ പാരായണം ചെയ്യാൻ, അള്ളാഹ്ക്ക് ദിക്ർ ചെയ്യാൻ, അള്ളാഹനെ സ്മരിക്കാൻ, അള്ളാഹനെ പുകഴ്ത്താൻ, അള്ളാഹനെ വാഴ്ത്താൻ, അള്ളാഹനെ പൊക്കി പറയാൻ ഉള്ളതായ സ്ഥലമാണ്, വേദിയാണ് പള്ളി എന്നതുകൊണ്ട് തന്നെ ആ പള്ളിയിൽ വെച്ചിട്ട് അതിന് ഘടകവിരുദ്ധമായ വല്ല ശബ്ദ കോലാഹലം ഉണ്ടാവുകയാണെങ്കിൽ അത് ദൗഖുൽ ആം എന്ന് മക്ക ഇമാം ഇന്ന് ചർച്ച ചെയ്ത മുസ്ലിങ്ങളിൽ ഉണ്ടാവേണ്ടതായ അഖ്ലാഖിന് ഘടകവിരുദ്ധമാണ്. മുസ്ലിങ്ങളിൽ ഉണ്ടാവേണ്ട അഖ്ലാഖിൽ പെട്ടതാണ്. ഒരു മുസ്ലിം നമസ്കരിക്കുമ്പോൾ മറ്റുള്ളവരെ ദ്രോഹിക്കരുത്, മറ്റുള്ളവരുടെ ഖുദൂഇന് മങ്ങം വരുത്തരുത്, അതിന് കോട്ടം വരുത്തരുത്. ആ ശരിയായ പരിപൂർണ ഖുശൂഅോട് ഖുദൂഅോട് കൂടി നമസ്കരിച്ച് കിട്ടണം എന്ന നിർബന്ധം ഓരോ മുസ്ലിമിനും ഉണ്ടാവേണ്ടതാണ്. അല്ലാഹു ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ മുഅ്മിനൂൻ എന്ന പേരിൽ ഇറക്കിയപ്പോൾ മുഅ്മിനീങ്ങളുടെ ആദ്യത്തെ നിബന്ധന എന്താ പറഞ്ഞത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയികളാണ്. ആരാണ് സത്യവിശ്വാസികൾ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിന്റെ അകത്ത് ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവർ. ആദ്യത്തെ ആയത്താണ് മുഅ്മിനൂൻ എന്ന സൂറത്തിന്റെ. അപ്പോൾ ഈ നിബന്ധന ഇത് നാം പലപ്പോഴും നടപ്പാക്കാറില്ല, പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുകയാണ്. പലപ്പോഴും ഇമാമിന്റെ കൂടെ നമസ്കരിക്കുമ്പോഴോ ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴോ നാം നമ്മുടെ ഹൃദയം അങ്ങും ഇങ്ങും ഓടുകയാണ്, ചാടുകയാണ്, അങ്ങും ഇങ്ങും കറങ്ങുകയാണ്. നാം അള്ളാഹിന്റെ മുമ്പിലാണ് എന്ന ബോധം നമുക്കുണ്ടാവാറില്ല. അതിന് നേരെ വിപരീതമായി അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടു കൂടി ഹൃദയം തട്ടി നീ അള്ളാഹുവിനോട് സംസാരിക്കുന്ന ആ ശൈലി ഉണ്ടാകുമ്പോഴാണ് ഖുശൂ ഉണ്ടാവുക, ഭക്തി ഉണ്ടാവുക. അങ്ങനെയുള്ള ഭക്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയിൽ കൂടി അള്ളാഹ് തന്നെ ഖുർആനിൽ ഉദു പിടിക്കാൻ വേണ്ടി പറഞ്ഞത്. ഉദുവിൽ എന്താണ് പറയുന്നത്? അള്ളാഹ് തന്നെ പറയാണ് തല തടകണം. അപ്പോൾ തലയുടെ മീതെ വല്ലതും നിങ്ങളുടെ ഖുശൂഇന്റെ ഭക്തിക്ക് കോട്ടം തട്ടുന്നതുണ്ടാവുകയാണെങ്കിൽ അത് ദൂരപ്പെടട്ടെ. കാതിലാണെങ്കിൽ റസൂൽ പറഞ്ഞതുപോലെ ദൂരപ്പെടട്ടെ, കയ്യിലാണെങ്കിലും ദൂരപ്പെടട്ടെ, കാലിലാണെങ്കിലും ദൂരപ്പെടട്ടെ. അപ്പോൾ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനോട് സംസാരിക്കുന്ന വേളയിൽ ഭക്തിക്ക് വിപരീതമാകുന്നതായ വല്ല തടസ്സം വന്നു പോകാതിരിക്കാനുള്ള എല്ലാ മാധ്യമങ്ങൾ, എല്ലാ അന്തരീക്ഷങ്ങൾ, എല്ലാ കളമൊരുക്കലുകൾ അള്ളാഹുവിലൂടെ, അള്ളാഹുവിന്റെ റസൂലായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പ്രവചനത്തിലൂടെ നമുക്ക് ലഭിച്ചു. അങ്ങനെയുള്ള ഭക്തിയെ നഷ്ടപ്പെടുത്തുന്ന മൊബൈലിലുള്ള കറക്കം, മൊബൈലിലുള്ളതായ വടക്ക് ശബ്ദം, മൊബൈലിൽ കൂടി കേൾക്കുന്നതായ മ്യൂസിക്കുകൾ. ചില ആൾക്കാരൊക്കെ പള്ളിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ മൊബൈൽ പൂട്ടാൻ മറക്കാറുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ മദ്ഹബിലേക്ക് അദ്ദേഹം കൂട്ടിച്ചേർത്ത് മദ്ഹബിനെ ആക്ഷേപിക്കുകയായിരിക്കും. അദ്ദേഹത്തിന്റെ ടെലിഫോൺ എത്ര വിളിച്ചാലും എത്ര ശബ്ദിച്ചാലും മൂപ്പരുടെ കൈ വിടൂല. ആ കൈ അനങ്ങാത്തത് എന്തുകൊണ്ടാണ്? മൂപ്പർക്ക് തോന്നൽ ഈ കൈ അനങ്ങിയ നിസ്കാരം ബാത്തിലാകുമോ? ഇല്ല. നിസ്കാരത്തിന് കോട്ടം തട്ടുന്നതിന് വിപരീതമായി വരുന്ന കാര്യങ്ങളെ മാറ്റിവെക്കാൻ നിങ്ങൾ അനങ്ങുന്ന അനക്കം നിസ്കാരത്തിന്റെ അനക്കമാണത്. അത് നിസ്കാരത്തിന് കോട്ടം തട്ടൂല. മനസ്സിലാകുന്നുണ്ടല്ലോ? നിസ്കാരത്തിന് കോട്ടം തട്ടൽ എപ്പോഴാണ്? നിസ്കാരത്തിന് ആവശ്യമില്ലാത്തതായ അനക്കങ്ങൾ അനങ്ങിയാലാണ്. ഇതിപ്പോൾ നിസ്കാരത്തിന് ആവശ്യമുള്ള നിന്റെ നിസ്കാരത്തിന് മാത്രമല്ല, നിന്റെ പരിസരത്തിലുള്ളവരുടെ നിസ്കാരത്തിന് വരെ ആവശ്യമാണ്. എന്ത്? നീ ആ മൊബൈൽ ബന്ധാക്കുക. നീ ആ വടക്ക് ശബ്ദം, മൊബൈലിന്റെ ശബ്ദം അംഗീകരിക്കാൻ വിഴുങ്ങാൻ പറ്റുന്ന ശബ്ദമാണെങ്കിൽ എന്നാലും കൊള്ളാം. അതുമല്ല പിന്നെയോ ശബ്ദം, ഏത് ശബ്ദം പാടില്ല? ഖുർആൻ ശബ്ദം പാടില്ല. ഖുർആൻ അതിലപ്പുറം പറയേണ്ടതില്ലല്ലോ. ഖുർആൻ അള്ളാന്റെ കലാം തന്നെ ആയിരുന്നാലും ശരി, ബാങ്കും പറ്റൂല. ബാങ്ക് ഖുർആനൊക്കെ വല്ലതും നമ്മളെ വിളിക്കുകയാണെങ്കിൽ അവിടെ ഓതുന്നത് ബാങ്ക് ആക്കാനോ അല്ലെങ്കിൽ ഖുർആൻ ആക്കാനോ മാറ്റരുത്. തെറ്റാണ്. അത് അവഗണനയാണ്. ഖുർആനിനോടുള്ള അവഗണനയാണ്. നിന്നെ വിളിക്കാൻ, നിന്നെ ഉണർത്താൻ ഖുർആനിന്റെ ശബ്ദം, അഥവാ നിനക്ക് ഒരാളുടെ ഫോൺ വരികയാണ്, ഫോൺ വന്നു എന്ന വിവരം ലഭിക്കുന്നത് ഖുർആൻ ഓത്തിലൂടെയാണ്. അപ്പോൾ ഖുർആനിനെ തരം താഴ്ത്തലായി. ചിലപ്പോൾ നീ കക്കൂസിലിരിക്കുന്ന സമയത്തായിരിക്കും നിനക്ക് ഫോൺ വരിക. അപ്പോൾ ബാങ്കിന്റെ ശബ്ദം കക്കൂസിൽ നിന്നിട്ട് ഉയരും അള്ളാഹുവിന്റെ കലിമ, ആ കലിമത്ത് തൗഹീദിന്റെ പദപ്രയോഗങ്ങൾ, അപ്രകാരം തന്നെ ഖുർആനിന്റെ പദപ്രയോഗങ്ങൾ, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല ഹാദിയായ ഒതുക്കമുള്ള, മറ്റുള്ളവർക്കൊക്കെ ശബ്ദം
പ്രയാസമുണ്ടാക്കാത്ത രൂപത്തിലുള്ള ശബ്ദത്തെ തെരഞ്ഞെടുക്കുക നമ്മുടെ മൊബൈലിന്. ഇനി ആ തെരഞ്ഞെടുത്താൽ തന്നെ നമസ്കാര വേളയിൽ പള്ളിയിലേക്ക് കടക്കുമ്പോൾ പൂട്ടിവെക്കുകയും ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ ഭക്തി നിലനിർത്താനും സ്ഥാപിക്കാനും നമ്മുടെ ഭക്തി നഷ്ടപ്പെടാതിരിക്കാനും അത് സഹായകമായി തീരുകയും ചെയ്തു. ഇതാണ് ലോക്കുൽ ആം എന്ന് മക്ക ഇമാം ചർച്ച ചെയ്തതായ വിഷയം. നാം പള്ളിയിലും ഈ അവകാശം പ്രകടമാക്കാൻ വേണ്ടി പാടുപെടേണ്ടതുണ്ട് എന്ന് ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് മദീന ഇമാം ചർച്ച ചെയ്ത വിഷയത്തിലേക്ക് ബാക്കിയുള്ള ഏതാനും നിമിഷങ്ങളിലൂടെ നമുക്ക് നീങ്ങാം. അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറക്കൽ മിറാഅ വലൗ കാന മുഹിഖ വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്ന ലിമൻ തറക്കൽ കദിബ വലൗ കാന മാസിഹ വബിബൈത്തിൻ ഫീ അഅലൽ ജന്നത്തി ലിമൻ ഹസന ഖുലുഖു. ഇത് മക്ക ഇമാം പറഞ്ഞതായ അഖ്ലാഖ് എന്ന വിഷയത്തിനോട് ബന്ധിച്ച് പറയാൻ പറ്റുന്ന ഹദീസാണ്. ഏറ്റവും ഷോർട്ടാക്കി പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ശൈലിയാണത്. അല്ലാഹു റസൂൽ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ജാമ്യം നൽകുന്നു, ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു. എന്ത്? സ്വർഗത്തിന്റെ ഒരു റബദിൽ ഒരു സൈഡിൽ നിങ്ങൾക്ക് ഒരു പാലസ് ലഭിക്കും. എപ്പോൾ നിങ്ങൾ തർക്കം നിർത്തിയാൽ തർക്കിക്കാതിരിക്കുക. ലിമൻ തറക്കൽ മിറാഅ വലൗ കാന മുഹിഖ. നീ പറയുന്നത് സത്യമാണെങ്കിലും യാഥാർത്ഥ്യമാണെങ്കിലും നീ തർക്കിക്കാൻ നിൽക്കരുത്. മനസ്സിലായില്ലേ? തർക്കിക്കാൻ നിൽക്കരുത്. തർക്കം വന്നു പോകുമെന്ന് കണ്ടാൽ അത് വേണ്ടാതെ വെക്കുക. ഉദാഹരണത്തിന് ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ്, ഇന്ന് ആരാണ് ഖുത്ബ ഓതിയത്? ഒരാൾ പറയാണ് ഹുദൈഫിയാണ്, മറ്റാൾ പറയാണ് അല്ല ഹുദൈഫി അല്ല, ഇന്ന് ഖുത്ബ ഓതിയത് അബ്ദുൽ മഹ്സിൻ ഖാസിമാണ്, പിന്നൊരാൾ പറയാണ് അല്ല ബൈജാനാണെന്ന്. അങ്ങനെ ശബ്ദത്തോട് ശബ്ദം, കുഴപ്പത്തോട് കുഴപ്പം. ആരാ നിനക്ക് പറഞ്ഞത്? നിനക്ക് ഇത്ര കൊല്ലം മക്കത്ത് മദീനത്തിൽ ജീവിച്ചിട്ട് ഖതീബിന്റെ ശബ്ദം വരെ അറിയുന്നില്ലേ? എന്തൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശബ്ദ കോലാലുണ്ടാക്കാം? എന്ത് കാരണത്താൽ? വെറുതെ ആരെങ്കിലും ആയിക്കോട്ടെ, ഖുത്ബ കേട്ടില്ലേ, ഖുത്ബ കഴിഞ്ഞില്ലേ, നിസ്കാരം കഴിഞ്ഞില്ലേ, അതിപ്പോ ആരാണ് ആരല്ല എന്നൊക്കെ തീരുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇവിടെ. അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരോട് ചോദിച്ചാൽ പ്രശ്നം പരിഹരിക്കപ്പെടും. അങ്ങനെ നീ പറയുന്ന കാര്യം സത്യമാണെങ്കിലും ആവശ്യമില്ലാത്ത തർക്കം നീ തർക്കിക്കരുത്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. രണ്ടാമത്തത് വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്ന ലിമൻ തറക്കൽ കദിബ. അതുപോലെ സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു പാലസ് വാഗ്ദാനം ചെയ്യുന്നു. ആർക്ക്? ലിമൻ തറക്കൽ കദിബ, കളവ് ഒഴിവാക്കിയവന്. വലൗ കാന മാസിഹ, അവൻ കളിയാലും കളവ് പറയരുതെന്ന് നാം മലയാളത്തിൽ പറയാറുണ്ടല്ലോ. കളിയാലും തമാശയായിട്ടാണെങ്കിലും കളവ് പറയരുത്. തമാശയായിട്ടാണെങ്കിലും ഒരു മുസ്ലിം കളവ് പറയാൻ പാടുള്ളതല്ല. ഒരു മുസ്ലിം ലുബ്ധനാകുമോ എന്ന് ചോദിച്ചു റസൂലിനോട്. അതേന്ന് പറഞ്ഞു റസൂൽ. ഒരു മുസ്ലിമിന് ലുബ്ധത ഉണ്ടാവാം. അവസരം കാണുമ്പോൾ പോക്കറ്റിലേക്ക് കൈയിടുമ്പോൾ 1ലേക്ക് പോവുള്ളൂ, 10ലേക്ക് പോവില്ല, 100ലേക്ക് പോവില്ല. മനസ്സിലായില്ലേ? ലുബ്ധന ആവാം മുസ്ലിം. പക്ഷേ കളവ് പറയുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, മുസ്ലിം കളവ് പറയൂല എന്നാണ്. ഒരു സത്യവിശ്വാസി, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന വ്യക്തി പച്ചക്കള്ളം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ കളവ് പറയുക എന്നത് അദ്ദേഹത്തിന്റെ ഈമാനിന് കോട്ടമാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറയാൻ കാരണം, ഒരാൾ കളവ് ഒഴിവാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗത്തിന്റെ മധ്യത്തിൽ പാലസ് ലഭിക്കും. സ്വർഗത്തിന്റെ മീതെ, അതാണല്ലോ ജന്നത്തുൽ ഫിർദൗസ്. അവിടെ അല്ലാഹുവിന്റെ റസൂല് ഉറപ്പ് നൽകുന്നു. എന്ത് ലഭിക്കും? ആർക്ക്? സ്വഭാവം നന്നാക്കി, നമ്മുടെ വിഷയമാകുന്ന സ്വഭാവം നന്നാക്കിയവന് വലിയ ഗ്രേഡാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, മുഴുവൻ പകൽ നോമ്പ് പിടിച്ച് രാത്രി മുഴുവൻ നമസ്കരിച്ച വ്യക്തിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് സ്വഭാവം നന്നാക്കിയവൻ അല്ലാഹുവിന്റെ അടുക്കൽ ലഭിക്കുക എന്നാണ് മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. അത്രയും പ്രാധാന്യമുള്ളതായ വിഷയമാണ് സ്വഭാവം എന്ന് പറഞ്ഞാൽ. മദീന ഇമാം നിങ്ങളോട് ഇന്ന് ചർച്ച ചെയ്തതായ ഡോക്ടർ അബ്ദുല്ലാഹി അൽ ബൈജാൻ ചർച്ച ചെയ്തതായ വിഷയം, അത് നമ്മുടെ ദിവസങ്ങൾ വിട്ടുകടന്നു വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. രാത്രിയും പകലും ഇങ്ങനെ മാറി മാറി പോകുക എന്നത് ഇന്ന ഫീ ദാലിക ഇബ്റതൻ ലിഉലിൽ അബ്സാർ. അല്ലാഹു പറയുന്നുണ്ട് ഖുർആനിൽ, ചിന്തിക്കുന്നവർക്ക് ധാരാളം പഠിക്കാനുള്ളതായ പഠനാർഹമായ ഭാഗങ്ങൾ അതിലുണ്ട്. ഒരു പ്രകൃതിയുടെ വികൃതിയായിട്ട് ഇങ്ങനെ തണുപ്പ് വരിക, ചൂട് വരിക, തണുപ്പ് വരിക, അങ്ങനെ സംഭവിക്കുന്നതല്ല. ഇതിന്റെ ബേക്കിൽ പ്രവർത്തിക്കുന്ന മഹാശക്തിയുണ്ട്. ആ ശക്തിയായ രാജനായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിന്റെ പ്രവർത്തനമാണത്. അതുകൊണ്ട് ഈ തആഖുബുൽ ലൈലി വന്നഹാർ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുന്നതായ വേളയിൽ നാം റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിന്റെ ആ ഖുദ്റത്തിനെയും കൽപ്പനയും കഴിവിനെയും മനസ്സിലാക്കിയിട്ട് അതിനെ നാം ഉപയോഗപ്പെടുത്തണം. അത് ഇപ്പോൾ നാം ഷിതായിലാണ്. ഷിത എന്ന് പറയുന്നതായ ഈ കാലഘട്ടം രാത്രി കൂടുതൽ പകൽ കുറവ്. അപ്പോഴോ ഇത് യഥാർത്ഥത്തിൽ മൗസിമാണ്,
സീസണാണ്. ആരുടെ? സലഫ് സാലിഹികളുടെ സീസണാണ്. സലഫ് സാലിഹികളുടെ സീസണാണ് എന്നാണ് ഇങ്ങനെയുള്ളതായ ദിവസങ്ങളെ കുറിച്ച് പറയപ്പെടുക. അപ്പോൾ എന്തേ സലഫ് സാലിഹികളുടെ സീസൺ? സലഫ് സാലിഹികളാകുന്ന നമ്മുടെ സഹാബാക്കൾ, താബിഈങ്ങൾ, ഇമാമുകളൊക്കെ ഈ ദിവസങ്ങളിൽ പകൽ നോമ്പ് പിടിക്കും. കാരണം പകൽ സമയം കുറവാണ്. രാത്രി നിന്ന് നമസ്കരിക്കും. എന്തേ? രാത്രി സമയം ധാരാളം നമുക്ക് ഉറങ്ങിക്കൂട്ടാൻ സമയമുണ്ട്. രാത്രി 2 ഭാഗം ഉറങ്ങിയാൽ 1 ഭാഗം നാം നമസ്കരിക്കുകയാണെങ്കിൽ തന്നെ ധാരാളം സമയം നമ്മുടെ മുമ്പിൽ രാത്രിയുണ്ട്. ഇത് നാം ഉപയോഗപ്പെടുത്തണം. തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന ആയത്തൊക്കെ നിങ്ങൾ കേട്ടതും സാധാരണ കേട്ട് പരിചയമുള്ള ആയത്താണ്. മദീനമായി ഇമാം ഓതിയതായ ആയത്താണ്. രാത്രി സമയങ്ങളിൽ ഉറങ്ങുന്നതായ ആ വിരിപ്പിൽ നിന്നിട്ട് നമ്മുടെ ശരീരത്തെ ദൂരപ്പെടുത്തിയിട്ട് അള്ളാഹനെ സ്മരിക്കാൻ വേണ്ടി പാടുപെടുന്ന വിഭാഗം, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ, അങ്ങനെയുള്ള വിഭാഗത്തിന് അള്ളാഹു ഒരുക്കി തയ്യാർ ചെയ്തു വെച്ചതായ ചോദ്യവക്താവിൻ്റെ ചോദ്യം വളരെ പ്രസക്തിയുള്ള ചോദ്യമാണ്. നമ്മുടെ ടൈം അവസാനിക്കുകയാണ്. തണുപ്പ് കാലത്താവട്ടെ അല്ലാത്ത കാലത്താവട്ടെ മനുഷ്യൻ യാത്ര സന്ദർഭത്തിൽ തയമ്മം ഉപയോഗിക്കുക. അത് ഇസ്ലാം നൽകുന്നതായ ഒരു കൺസെഷനാണ്. തയമ്മം ചെയ്യുക. വെള്ളമില്ലെങ്കിലാണ് തയമ്മം ചെയ്യുക. ഇനി വെള്ളമുണ്ടെങ്കിലും തയമ്മം ചെയ്യാൻ പറ്റുന്ന സന്ദർഭമുണ്ട്. അതെവിടെയാണ്? വെള്ളം ഉപയോഗിച്ചാൽ അപകടത്തിൽപ്പെടുമെന്ന് കണ്ടാൽ. അതപ്പോഴാണ് ഇങ്ങനെയുള്ള മരം കോച്ചുന്ന തണുപ്പ്. ഇപ്പോൾ അങ്ങനെ തണുപ്പൊന്നും വന്നിട്ടില്ല. മരം കോച്ചുന്ന തണുപ്പൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരാൾ കുളിക്കേണ്ടതുണ്ട്. കുളിക്കുമ്പോൾ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം ചൂടാക്കാൻ അന്തരീക്ഷമില്ല, ചുറ്റുപാടില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അദ്ദേഹം വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രോഗം പിടിപെടും, അദ്ദേഹത്തിന് മഹാ അപകടം പിടിപെടും എന്ന് കണ്ടാൽ അദ്ദേഹത്തിന് കുളിക്ക് പകരം തേമം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അഥവാ നമസ്കാരം പോലത്തെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് കൊണ്ട് വിരോധമില്ല. അതുപോലെ തന്നെ ചോദ്യവക്താവ് ചോദിച്ചതായ ഹുഫ എന്ന് പറയുന്ന അഥവാ നമ്മുടെ കാലിന് ധരിക്കുന്ന ലെതർ കൊണ്ടുള്ളതായ ഡ്രസ്സിൻ്റെ പേരാണ് ഹുഫ എന്ന് പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ ലെതർ കൊണ്ടുള്ള ഡ്രസ്സിനാണ് അത് പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടകാൻ അനുവദിച്ചത്. ആ അനുവദിച്ചതായ ആ തടകുന്ന കാര്യം അത് തണുപ്പ് കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് അത് പലപ്പോഴും പ്രയാസമുണ്ടായിരിക്കും ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ഹുഫയെ ഊരിയെടുക്കാൻ. ആ പ്രയാസമുള്ളത് കാരണത്താലും ഹുഫ ആകുമ്പോൾ ലെതർ കൊണ്ടുള്ളതാകുമ്പോൾ നാം അതിൻ്റെ മീതെ തടകിയാൽ അകത്തേക്ക് അതിൻ്റെ നനവെത്തുകയും ഇല്ല. ഈ 2 നിബന്ധനകൾ ഉള്ളത് കൊണ്ട് ആയിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച കാലഘട്ടത്തിൽ അനുവദിച്ചത് ഹുഫയുടെ മീതെ തടകാൻ. താഴെയല്ല തടകേണ്ടത്, മീതെയാണ് തടകേണ്ടത്. മനസ്സിലായില്ലേ? ഹുഫയുടെ മീതെയാണ് തടകേണ്ടത്. ഈ തടവുക എന്നത് 24 മണിക്കൂറാണ് നാട്ടിൽ ജീവിക്കുന്നവർക്ക് അനുവദനീയം. നാട്ടിൽ ജീവിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ യാത്രക്കാരല്ലാത്തവർക്ക്. യാത്രക്കാർക്ക് 3 ദിവസമാണ് അനുവദനീയം ഹുഫയുടെ മീതെ തടവുക എന്നത്. ഈ ഹുഫയോട് ഖിയാസാക്കിയിട്ടാണ് ജൗറബ് ഫിഖ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ജൗറബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള സോക്സ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ ജൗറബ് എന്ന് പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. വ്യക്തമായിട്ട് തെളിവില്ലല്ലോ, അത് ഖിയാസാക്കിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഷാഫി മദ്ഹബുകാരെ പറഞ്ഞാൽ തന്നെ അംഗീകരിക്കാറില്ല. അതേസമയത്ത് മറ്റു മദ്ഹബുകളിൽ നിന്നിട്ട് പല പണ്ഡിതന്മാരും അത് ഖിയാസാക്കിയിട്ട് അനുവദനീയമാണ്, നിബന്ധന പാലിക്കണമെന്ന് ഇവിടുത്തെ മുഫ്തികളൊക്കെ പറയാറുണ്ട്. ഇവിടുത്തെ നേതൃത്വങ്ങളൊക്കെ പണ്ഡിതന്മാർ പറയാറുണ്ട്. അതെന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതായ ഈ ഹുഫ് എന്ന് പറയുന്ന സാധനത്തിലുള്ള പ്രത്യേകത നാം ധരിക്കുന്ന സോക്സിൽ ഉണ്ടായിരിക്കണം. അതെങ്ങനെയാണ്? സോക്സ് എല്ലാ നമസ്കാരത്തിനും ഒതു പിടിക്കുമ്പോൾ അതിനെ ഊരിയെടുക്കാൻ പ്രയാസമുള്ളതാണ്. രണ്ടാമത് സോക്സ് കട്ടിയുള്ളതാണ്. അപ്പോൾ കട്ടിയുള്ളതാകുമ്പോൾ അതിന്റെ മീതെ നാം തടകിയാൽ വെള്ളത്തിലേക്ക് കൈ വെച്ചിട്ട് ആ വെള്ളം നനഞ്ഞതായ അതിന് അതുകൊണ്ട് തടകലാണല്ലോ, എന്നാൽ അത് കഴുകലല്ലോ. അപ്പോൾ അതിനെ നാം തടകുന്ന സന്ദർഭത്തിൽ ആ നനവ് അകത്തേക്ക് എത്താത്ത രൂപത്തിലുള്ളതായ കട്ടിയുള്ള സോക്സ് ആയിരിക്കണം എന്നതുകൂടി ഹംബലി മദ്ഹബിൽ ഈ വിധി പറഞ്ഞതായ വിഭാഗങ്ങൾ പറയുന്നുമുണ്ട്. അത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ നാം സോക്സിന്റെ മീതെ തടകുകയാണെങ്കിൽ പറഞ്ഞതുപോലെ ശുദ്ധിയോടുകൂടിയുള്ളതായ ധരിക്കലായിരിക്കണം. എന്ന് പറഞ്ഞാൽ പരിപൂർണമായി കാല് കഴുകിയതായ ഒതുവിൽ ആയിരിക്കണം സോക്സ് ധരിക്കേണ്ടത്. എന്നാലേ ആ സോക്സിന്റെ മീതെ ആ ഒതു എപ്പോൾ നഷ്ടപ്പെടുന്നു അപ്പോൾ നാം ഒതു പിടിക്കുന്ന സന്ദർഭത്തിൽ തടകാൻ ആരംഭിക്കുക. അവിടെ മുതലാണ് 24 മണിക്കൂർ. ഏത് മുതൽ? ഈ ഒതു മുറിഞ്ഞേടം മുതൽ. ഏത് ഒതു? ആദ്യം നാം സോക്സ് ഇട്ടപ്പോഴുള്ള ഒതുണ്ടല്ലോ, ആ ഒതു മുറിഞ്ഞേടം മുതൽ 24 മണിക്കൂറാണ് പിന്നെ നമുക്ക് തടകാൻ അനുവദനീയം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഉഫയെ കുറിച്ച് പറയാനുള്ളത്. കട്ടായി പോയ അല്ലെങ്കിൽ കാലിന്റെ പല ഭാഗങ്ങൾ കാണുന്ന പിച്ചിച്ചീന്തിപ്പോയ രൂപത്തിലുള്ളതായ സോക്സ് ഒക്കെ ധരിച്ചിട്ട് അതിന്റെ മീതെ തടകുക എന്ന് പറയുന്നത് ഇതിൽ പെടുന്നതല്ല. അതിനൊന്നും തെളിവില്ല. കാമില, അതെ ഞാൻ പറഞ്ഞല്ലോ, യുഫ എന്ന് പറയുമ്പോൾ നെരിയാണി അടക്കമുള്ളതിനെ എന്താക്കണം? ആ ഹുഫ വലയം ചെയ്യണം.
വിലയം ചെയ്യണം, അല്ലെങ്കിൽ ഖുഫൊക്കെ പകരം ധരിക്കുന്ന സോക്സ് വിലയം ചെയ്യണം. എന്നാൽ അത് നെരിയാണിയുടെ മടമ്പൊക്കെ പുറത്താകുന്ന രൂപത്തിലുള്ള സോക്സ് ഇപ്പോൾ കിട്ടും. ഇപ്പോൾ അത് ഫാഷനാണത്. അങ്ങനെയുള്ള സോക്സ് ധരിച്ചാൽ അതിന് മീതെ തടകിയാൽ പോരാ. മനസ്സിലായില്ലേ? അതൊക്കെ ഈ വിഷയത്തിൽ അഥവാ തടകുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഇതുവരെ പറഞ്ഞതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിട്ട് സൽക്രമമായി സ്വീകരിക്കട്ടെ. അതിൽ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെയെല്ലാം സാലിഹായ സ്വീകാര്യോഗ്യമായ പ്രവർത്തനമാക്കി മാറ്റട്ടെ. നാം ചെയ്യുന്ന ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആത്മാർത്ഥത നൽകട്ടെ, ആത്മാർത്ഥത നൽകട്ടെ, ആത്മാർത്ഥത നൽകട്ടെ. ഇങ്ങനെയുള്ള സദസ്സുകളൊക്കെ വികസനത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതായ ചുറ്റുപാടും അന്തരീക്ഷവും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകളെ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം അല്ലാഹു നമ്മയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അപ്രകാരം നമ്മിൽ നിന്നിട്ട് ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകൾ നൽകട്ടെ. സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകട്ടെ. പല പല പ്രശ്നങ്ങൾ മുമ്പിൽ വെച്ചിട്ട് അല്ലാഹുവിനോട് ചോദിക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നവർ ചിലപ്പോൾ നമ്മുടെ സദസ്സിൽ ഉണ്ടായിരിക്കാം, മറ്റുള്ളവരല്ലേ ശബ്ദം കേൾക്കുന്നവരിലും ഉണ്ടായിരിക്കാം. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾ, എല്ലാ ബുദ്ധിമുട്ടുകൾ, മല പോലെ വരുന്നതായ പ്രയാസങ്ങളെ മഞ്ഞുപോലെയാക്കി മാറ്റണേ രക്ഷിതാവേ, മാറ്റണേ രക്ഷിതാവേ, മാറ്റണേ രക്ഷിതാവേ. اللهم صل على محمد وعلى آل محمد أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من أرادنا وأراد الإسلام والمسلمين وأراد بلاد وحكام بلاد الحرمين وقادة بلاد الحرمين سوءا اللهم فاشغله في نفسي واجعل تدميره يا حي يا قيوم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته.